എനിക്ക് നെയിൽ പോളിഷ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നെയിൽ പോളിഷ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇച്ചിരി എനിക്കിഷ്ടപ്പെട്ട കളേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട്. സ്റ്റുഡിയോൻ്റെ പാക്കറ്റൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കളേഴ്സ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ 4-എണ്ണത്തിൽ 2 ആയിരിക്കും നമുക്ക് ആവശ്യമുള്ളത് എങ്കിലും ഞാനങ്ങനെ വാങ്ങും കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും മാച്ച് ചെയ്തൊക്കെ ഇടാൻ പറ്റുമ്പോൾ ഇടാറുണ്ട്. എനിക്കിച്ചിരി ഡസ്റ്റി കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്കതാണ് ഏറ്റവും സൂട്ട് ചെയ്യുന്നത് എൻ്റെ നെയിൽസിനെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ആകെ ഒരു പ്രയാസമാണ്, ഇത് കട്ടയായി പോകുമല്ലോ എന്നൊക്കെ. കുറേയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ കട്ടയായി പോകുമല്ലോ എന്ന്. അപ്പം ഞാനിവിടെ എൻ്റെ നെയിൽ പോളിഷ് ഒന്നും കട്ടയായി പോകാറില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കുന്നത്, ഇതിപ്പോൾ ഈ ഒരു സെറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ 2022 വാങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടോ, മിനി നെയിൽ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചത്. അതിവിടെ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഇപ്പോൾ 25 അത് ശരിക്കും എക്സ്പയറി യൂസ് ബിഫോർ 2025 മാർച്ചാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കട്ടയായിട്ടില്ല. എൻ്റെ എല്ലാ നെയിൽ പോളിഷും ഇപ്പോഴും എനിക്ക് ഇടാൻ പറ്റുന്നതാണ്. എല്ലാം നല്ല ക്വാളിറ്റിയിലായിട്ട് തന്നെ, നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനെല്ലാം ഫ്രിഡ്ജിലാണ് വെക്കാറ് കേട്ടോ. നെയിൽ പോളിഷ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടയായി പോകാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടുതൽ കളക്ഷൻസൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നാണോ ഉള്ളതെങ്കിലും അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ.